ഹലോ എവ്രി വൺ. സാധാരണ എല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിപ്പിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കണ്ടുവരുന്നൊരു കാര്യം, ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ എങ്ങൊന്നും കിട്ടുന്നില്ല. പല അക്കാഡമീസിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരുപാട് പേരുടെ ക്യാഷ് പോകുന്നു, അവർക്ക് വേണ്ടുന്ന റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ മെത്തേഡ് അവർക്ക് ശരിയാവുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നവർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ പഠിക്കേണ്ടത്? അപ്പോൾ ഈ ഒരു ചോദ്യം യൂഷ്വലി നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൻസേഴ്സ് ഉണ്ട്. നന്നായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമർ പഠിക്കണം, പിന്നെ നമുക്ക് നല്ല വൊക്കാബുലറി വേണം, ഒരുപാട് നമ്മൾ വായിക്കണം. ഇങ്ങനെയുള്ള കുറേ ആൻസേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഗ്രാമർ പഠിക്കണം എന്നുള്ളത്. ഞാൻ ഒരിക്കലും ഇതിനെ അംഗീകരിക്കുന്നില്ല കംപ്ലീറ്റ്ലി. ഗ്രാമർ പഠിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഏത് ടൈമിലാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഗ്രാമർ പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ അധികം ഞാൻ ആരിലും കണ്ടിട്ടില്ല. അറിയാവുന്നവരുണ്ടാകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മനസ്സിലാക്കി തരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ് മലയാളം അല്ലേ. ഈ മലയാളം നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നു. എങ്ങനെ ഈ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു? നമ്മൾ കുഞ്ഞായിരിക്കെ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ളവരോ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം. അങ്ങനെ ആദ്യമായിട്ട് നമ്മളത് കേൾക്കുന്നു. ഈ കേൾക്കുന്ന കാര്യം ഒരു പരിധി വരെ നമ്മൾ ഗ്രാസ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ കോപ്പി ചെയ്യുകയോ ഇമിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അന്നേരം വളരെ സ്ഫുടമായിട്ടോ വളരെ വ്യക്തമായിട്ടോ ഒന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്. പിന്നീട് പതുക്കെ പതുക്കെ ത്രൂ പ്രാക്ടീസ് ഗ്രാജുവലി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന പ്രായത്തിന് മുന്നേ തന്നെ ഏകദേശം നമ്മൾ ആ ലാംഗ്വേജ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരിക്കും മിക്ക കേസുകളിലും. ഇനി അതറിയാതെ ചെന്ന് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ഒരു കേസും ഉണ്ടാവാം. അതിനുശേഷം മാത്രമാണ് അതിൻ്റെ അക്ഷരങ്ങൾ, പിന്നീട് വാക്കുകൾ, സെൻറ്റൻസുകൾ ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്നത്. ഇനി ഇപ്പോഴത്തെ നമ്മുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മലയാളം നല്ല വൃത്തിക്ക് സംസാരിക്കും, നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. പക്ഷേ ഈ മലയാളം ഗ്രാമർ എത്ര പേർക്ക് അറിയാം? ഒരിക്കലും മലയാളം ഗ്രാമർ പഠിച്ചിട്ടല്ല നമ്മൾ മലയാളം സംസാരിക്കുന്നത്. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ മലയാളം പോലെ തന്നെ മറ്റൊരു ലാംഗ്വേജ് മാത്രമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഒരിക്കലും അതിനെ എന്തെങ്കിലും വലിയൊരു മിക്കവർക്കും പേടിയാണ്. ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. അതിനകത്ത് ഗ്രാമർ അറിയാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ആകെപ്പാടെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ. ഈ കൺഫ്യൂഷനും കാര്യങ്ങൾ ഇനി വരുന്നത് എന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു, എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുന്നു. മലയാളം എന്നുള്ളൊരു സബ്ജക്റ്റോ ഹിന്ദി എന്നുള്ളൊരു സബ്ജക്റ്റോ ഒഴിച്ച് ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കുന്നത്. എന്നിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവിടെ കുറവാണ്. അഗൈൻ നമ്മൾ ഇംഗ്ലീഷിൽ ഇതെല്ലാം പഠിക്കുമ്പോഴും അവിടെ നമ്മളത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും നമുക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് ശീലിക്കുന്നില്ല എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ ചെന്ന് കുറച്ചങ്ങോട്ടായി കഴിയുമ്പോഴത്തേക്കിനെ ലാംഗ്വേജിൽ നമ്മൾ എഫിഷ്യൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഗ്രാമർ അങ്ങ് പഠിപ്പിക്കും, ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങ് പഠിപ്പിക്കും. ഈ ഗ്രാമർ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ പിന്നെ സംസാരിക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തും എല്ലാം നമ്മുടെ മൈൻഡിൽ ഇതിങ്ങനെ ഈ ഗ്രാമർ റൂൾസ് ഓടിക്കൊണ്ടിരിക്കും. ആ റൂൾസ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാം, ഇപ്പോൾ സ്വതവേ നമ്മൾ സംസാരിച്ച് പോകുന്ന ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഈ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ നടക്കുന്നില്ല. ഒരു ഫ്ലോയിൽ അതിങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ വേണം ഏതൊരു ലാംഗ്വേജും വരാനായിട്ട്. അങ്ങനെ നിങ്ങൾ ആ ഒരു ടാക്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സെൻസിബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. എന്നിട്ട് നിങ്ങളുടെ തോട്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും.